കുറച്ചുനാൾ മുമ്പ് പുറത്തിറങ്ങിയ ബേസിൽ ജോസഫ് സ്റ്റാറർ മരണമാസ് ബോക്സ് ഓഫീസിൽ അത്യാവശ്യം കളക്ഷൻ നേടിയിരുന്നു. പക്ഷേ ഇത് OTT വന്നപ്പോഴാണ് എനിക്ക് കാണാൻ പറ്റിയത്. ഈ ഇടയ്ക്ക് മരണമാസ് ലൈ സീൻ കണ്ടപ്പോൾ ഒരു കാര്യം ഓർത്ത് ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. അതെ, പ്രേമലുവിലും ഇതേ പെപ്പർ സ്പ്രേ ആണ് അവസാനം ആദിയിൽ നിന്ന് സച്ചിനെയും കൂട്ടുകാരെയും രക്ഷിക്കുന്നത്. 2 സിനിമയിലും പെപ്പർ സ്പ്രേ ആണ് താരം. പക്ഷേ 2ലും പെപ്പർ സ്പ്രേ ക്ലൈമാക്സിൽ ചുമ്മാതെ എവിടുന്ന് റീനുവിനും ജെസ്സിക്കും കിട്ടുന്നതല്ല. പകരം അത് അവിടെ ആ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ അവരുടെ കയ്യിൽ വരാനുള്ള കാരണം 2 സിനിമയിലും ബ്രില്യൻ്റായി നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതേ ടെക്നിക് തന്നെയാണ് മിക്ക എല്ലാ സിനിമകളിലും യൂസ് ചെയ്യുന്നത്. റഷ്യൻ പ്ലേ റൈറ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററുമായിരുന്ന ആന്തോൺ ചെക്കോവ് 1889 പറഞ്ഞത് ഇങ്ങനെയാണ്: ഇഫ് യു ഷോ എ ഗൺ ഇൻ ദ ഫസ്റ്റ് ആക്ട് ഇറ്റ് മസ്റ്റ് ഗോ ഓഫ് ഇൻ ദി തേർഡ്. അതായത് ഒരു സിനിമയിൽ ആദ്യം ഒരു ഗൺ സ്ട്രെസ് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവസാനത്തേക്കും ഉപയോഗിച്ചിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത് എപ്പോഴും ഒരു ഗൺ അഥവാ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കണമെന്നില്ല. അതിന് പകരം സ്റ്റോറി ടെല്ലിംഗിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഏതൊരു നെറേറ്റീവ് എലമെന്റ് ആയിക്കോട്ടെ, അതിപ്പോൾ ഒരു പ്രോപ്പർട്ടി, ക്യാരക്ടർ, അങ്ങനെ എന്തായാലും അത് പിന്നീട് മീനിങ് ഫുൾ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ആ എലമെന്റ് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇറ്റ്സ് റോങ് ടു മേക്ക് പ്രോമിസസ് യു ഡോണ്ട് മീൻ ടു കീപ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ തിയറിക്കാണ് ചെക്കോവ്സ് ഗൺ എന്ന് പറയുന്നത്. പ്രേമലുവിൽ കല്യാണ ചടങ്ങുകൾക്ക് ശേഷം ആദ്യ ഓഫീസിൽ വെച്ച് എല്ലാ വനിതാ സുഹൃത്തുക്കളും സുരക്ഷിതരായിരിക്കണമെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് റീനുവിന് പെപ്പർ സ്പ്രേ നൽകുന്നുണ്ട്. ഇത് സച്ചിനെയും അമൽ ഡേവിസിനെയും ഉദ്ദേശിച്ച് ആദി പറയുന്നതെങ്കിലും പക്ഷേ ഇതേ പെപ്പർ സ്പ്രേ തന്നെയാണ് റീനു അവസാനം ആദിക്കെതിരെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മരണമാസിൽ ജെസ്സിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അച്ഛമ്മ ജെസ്സിയുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി നൽകുന്നതാണ് പെപ്പർ സ്പ്രേ. ഇതാണ് പിന്നീട് ബസ്സിൽ വെച്ച് വൃദ്ധൻ ശല്യപ്പെടുത്തുമ്പോൾ അയാൾക്ക് ഉപയോഗിക്കുന്നതും അങ്ങനെ അയാൾ മരിക്കേണ്ടിടയാകുന്നതും. അതുമാത്രമല്ല, അവസാനം ഇതേ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചാണ് സീരിയൽ കില്ലറിനെ ജെസ്സി കീഴ്പ്പെടുത്തുന്നത്. അങ്ങനെ ഇവിടെ 2 സിനിമയിലും പെപ്പർ സ്പ്രേ ആണ് ചെക്കോവ്സ് ഗണ്ണായി മാറുന്നത്. അങ്ങനെയാണെങ്കിൽ ആവേശത്തിൽ ഉപയോഗിച്ചേക്കുന്ന ചെക്കോവ്സ് ഗൺ ഏതാണെന്ന് അറിയാമോ? അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ.